നമസ്കാരം. സ്പോട്ട് ലൈവിലേക്ക് സ്വാഗതം. സംസ്ഥാനത്ത് ഒരു മാസം ഓൺലൈൻ തട്ടിപ്പിലൂടെ നഷ്ടമാകുന്നത് 45 കോടി രൂപയെന്ന റിപ്പോർട്ട്. കഴിഞ്ഞ 4 മാസത്തെ കണക്കനുസരിച്ചാണ് ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങൾ പുറത്തു വന്നത്. ഇതിന്റെ ഇരകളാകുന്നതിൽ കൂടുതലും പ്രൊഫഷണലുകളാണ്. സൈബർ തട്ടിപ്പ് സംഘങ്ങൾക്കായി അനധികൃതമായി വൻതോതിൽ സിം കാർഡുകൾ സംഘടിപ്പിച്ച് കൈമാറുന്ന സംഘങ്ങൾ പ്രവർത്തിക്കുന്നതായും കേന്ദ്ര ഏജൻസികൾ സംസ്ഥാന ആഭ്യന്തര വകുപ്പിനെ അറിയിച്ചിട്ടുണ്ട്. വൻതോതിൽ സിം കാർഡ് വിൽക്കുന്ന 5 സ്ഥലങ്ങളുടെ വിവരങ്ങളും കൈമാറി. കഴിഞ്ഞ ദിവസം മലപ്പുറത്ത് 1 കോടി രൂപ തട്ടിയെടുത്തുന്ന ഒരു വീട്ടമ്മയുടെ സ്ത്രീയുടെ പരാതിയുമായി ബന്ധപ്പെട്ട് അന്വേഷണം നടത്തിയപ്പോഴാണ് ഞെട്ടിപ്പിക്കുന്ന പല വിവരങ്ങളും പുറത്തു വന്നത്. ഇതിന്റെ അടിസ്ഥാനത്തിൽ കർണാടക സ്വദേശിയെ മലപ്പുറം പോലീസ് പിടികൂടുന്നു. ഏകദേശം 40,000-ഓളം വ്യാജ സിം കാർഡുകളിൽ നിന്നും ഇവരിൽ നിന്നും പിടിച്ചെടുത്തു. രാജ്യത്താകമാനം പ്രവർത്തിക്കുന്ന ഒരു വൻ റാക്കറ്റിന്റെ സംഘമാണ് കഴിഞ്ഞ ദിവസം മലപ്പുറത്ത് പിടിയിലായ പ്രതി എന്നാണ് ലഭിച്ചിരിക്കുന്ന വിവരങ്ങൾ. CV അനുമോദ് ചേരുന്നുണ്ട് ഈ വാർത്തയുടെ വിശദാംശങ്ങളുമായി. അനുമോദ്, കഴിഞ്ഞ ദിവസം അനുമോദ് തന്നെ റിപ്പോർട്ട് ചെയ്ത ഒരു വാർത്തയാണ്. സംസ്ഥാനത്ത് നിരവധി ആളുകൾ ഈ സൈബർ തട്ടിപ്പിന്റെ ഓൺലൈൻ തട്ടിപ്പിന് ഇരകളാകുന്നുണ്ടെന്ന്. അത് പല രീതിയിലുള്ള തട്ടിപ്പുകളാണ്. ലോൺ ആപ്പുകൾ, മറ്റ് പല രീതിയിലുള്ള ട്രേഡിങ്ങുകളുടെ പേരിൽ നടക്കുന്ന തട്ടിപ്പ്, അങ്ങനെ അനധികൃതമായി ലക്ഷക്കണക്കിന് സിം കാർഡുകൾ ഈ തട്ടിപ്പിന് വേണ്ടി ഇവർ ഉപയോഗിക്കുന്നുണ്ട്. കഴിഞ്ഞ ദിവസം മലപ്പുറം സ്വദേശിയുടെ പരാതിയിന്മേൽ നടത്തിയ അന്വേഷണത്തിൽ പോലീസ് പിടിച്ചെടുത്തത് 40,000-ഓളം സിം കാർഡുകളാണ്. അതിൻ്റെ അടിസ്ഥാനത്തിൽ പരിശോധിച്ചപ്പോൾ സംസ്ഥാനത്താകമാനം ഇത്തരത്തിൽ വ്യാജ സിം കാർഡുകൾ നൽകുന്ന ഏജൻസികളുണ്ട്, തട്ടിപ്പ് സംഘങ്ങളുണ്ടെന്നൊക്കെ പറയപ്പെടുന്നു. നിലവിൽ ഈ പോലീസിന്റെ അന്വേഷണവുമായി ബന്ധപ്പെട്ട് എന്തൊക്കെ വിവരങ്ങളാണ് പുറത്തു വന്നിരിക്കുന്നത്, ലഭ്യമായിരിക്കുന്നത്? അനുമോദം. നമ്മൾ കഴിഞ്ഞ ദിവസം ഇതുമായി ബന്ധപ്പെട്ട ആദ്യ വാർത്ത റിപ്പോർട്ട് ചെയ്തിരുന്നു. ഡൽഹി സ്വദേശിയായ അബ്ദുൾ റോഷന്റെ അറസ്റ്റോടെയാണ് ഈ ഒരു സൈബർ തട്ടിപ്പിന്റെ ഒരു പ്രധാന കണ്ണി പുറത്തു വരുന്നത്. പറഞ്ഞത് ടിപ്പ് ഓഫ് ദ ഐസ്ബർഗ് എന്നാണ്, മഞ്ഞുമലയുടെ ഒരു അറ്റം മാത്രമാണിത് എന്നാണ് പറഞ്ഞിരുന്നത്. മലപ്പുറത്തെ അന്വേഷണം സംബന്ധിച്ച് നമ്മൾ അന്വേഷണ ഉദ്യോഗസ്ഥരുമായി ബന്ധപ്പെട്ടപ്പോൾ മനസ്സിലാക്കാൻ കഴിഞ്ഞ കാര്യങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, മലപ്പുറത്ത് ഇവർക്ക് രജിസ്റ്റർ ചെയ്ത അല്ലെങ്കിൽ ലഭിച്ച പരാതി 1 മാത്രമാണെങ്കിലും അനുബന്ധമായിട്ട് ഇവർ നടത്തുന്ന അന്വേഷണങ്ങൾ ഈ തട്ടിപ്പിന്റെ നാൾവഴികളിലേക്ക് എത്തിക്കുന്നു എന്നുള്ളതാണ് നമുക്ക് പോലീസുമായി സംസാരിച്ചപ്പോൾ മനസ്സിലാക്കാൻ കഴിഞ്ഞ ഒരു കാര്യം. അതായത് ഇതിൽ ഈ വേങ്ങര സ്വദേശിയിൽ നിന്നും 1,08,00,000 രൂപ തട്ടിയെടുത്തു എന്ന പരാതിയിലാണ് മലപ്പുറം സൈബർ പോലീസ് ഇതിൽ അന്വേഷണം തുടങ്ങുന്നത്. ഇതുമായി ബന്ധപ്പെട്ട തട്ടിപ്പുകളെല്ലാം നടന്നിരിക്കുന്നത്, അല്ലെങ്കിൽ ഇതിന്റെ മുഖ്യമായിട്ടുള്ള കേന്ദ്രമെല്ലാം തന്നെ കർണാടക മടിക്കേരി കേന്ദ്രീകരിച്ചുകൊണ്ടാണ്. ഈ മടിക്കേരിയിലെ ഒരു സ്വകാര്യ സിം വിതരണ ശൃംഖലയിൽപ്പെട്ട ഒരാളാണ് ഈ റോഷൻ. അയാളുടെ ബന്ധം ഉപയോഗിച്ച് ഇതേ മേഖല, അതായത് ഈ ടെലികോം മേഖലയിൽ നിന്നും വിവിധ തരത്തിലുള്ള സിമ്മുകൾ, അത് ഒരാളുടെ ബയോമെട്രിക് അടയാളങ്ങൾ ഉപയോഗപ്പെടുത്തി 3-4 സിമ്മുകൾ അവരറിയാതെ അവരുടെ പേരിൽ എടുത്ത് അത് മറ്റ് തട്ടിപ്പ് ആവശ്യങ്ങൾ, സൈബർ തട്ടിപ്പിന് വേണ്ടി ഉപയോഗിക്കുന്നു എന്നുള്ളതാണ്. ഇതിൽ പ്രധാനമായിട്ടും കണ്ടെത്തിയ ഒരു കാര്യം, എവിടെ നിന്നാണ് ഇവർ ചെയ്യുന്നത് എന്ന് കണ്ടെത്താൻ കഴിയാത്തൊരവസ്ഥ. ഇനി ഈ സിം കാർഡിന്റെ ഉടമയെ കേന്ദ്രീകരിച്ച് അന്വേഷണം നടത്തിയാൽ അത് ചെന്നെത്തുക യഥാർത്ഥത്തിൽ ബയോമെട്രിക് വിവരങ്ങൾ നൽകിയ ഈ തട്ടിപ്പുമായിട്ട് യാതൊരു ബന്ധവുമില്ലാത്ത ആളുകളിലേക്കായിരിക്കും. അങ്ങനെ ഇതിന്റെ ഈ താഴെ തട്ടിലേക്ക് അന്വേഷണം ചെന്നെത്താൻ കഴിയാത്ത ഒരു സാഹചര്യമാണ് ഇത്തരം കേസുകളിൽ ഉണ്ടാകുന്നത്. ഇതുമായി നമുക്കറിയാം, സൈബർ അവയർനെസ് എന്നൊരു കാര്യമാണ് ഇവിടെ അടിസ്ഥാനപരമായി ചെയ്യേണ്ടത് എന്നാണ് സൈബർ പോലീസ് തന്നെ ഇതുമായി ബന്ധപ്പെട്ടുള്ള വലിയ ഒരു മെസ്സേജ് ആയിട്ട് നൽകുന്നത്. അതായത് നമുക്ക് മൊബൈലിൽ വരുന്ന ഒരു മെസ്സേജ്, അത് നമ്മളുമായി ബന്ധപ്പെട്ട ബാങ്കിന്റെ മെസ്സേജ് എന്ന തരത്തിലായിരിക്കാം ഒരുപക്ഷെ വരിക, അതല്ലെങ്കിൽ ഏതെങ്കിലും ഓൺലൈൻ സൈറ്റുകളിൽ നിന്നുള്ള ഓഫറുകളായിട്ടായിരിക്കാം, അതല്ലെങ്കിൽ നമ്മൾ മറ്റെന്തെങ്കിലും സൈറ്റുകൾ നോക്കുമ്പോൾ കുക്കികളായിട്ട് അല്ലെങ്കിൽ പരസ്യത്തിന്റെ രീതിയിലായിരിക്കും വരിക. അങ്ങനെ ഈ തരത്തിലുള്ള പരസ്യങ്ങളിൽ ഒരിക്കൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളിൽ നിന്നും വിവരങ്ങൾ ചോർത്തുവാൻ കഴിയുന്ന തരത്തിലുള്ള സംവിധാനമാണ് ഒരുക്കുന്നത്. നമ്മളുടെ അനുവാദമോ സമ്മതമോ ഇല്ലാതെ ഇത്തരത്തിലുള്ള തട്ടിപ്പുകൾ 80% നടക്കുന്നില്ല എന്നതൊരു വസ്തുതയാണ്. പക്ഷേ അതിനെക്കുറിച്ച് കൃത്യമായ അവയർനെസ്സും ധാരണയും ഇല്ലാത്തവർ അബദ്ധങ്ങളിൽ ചെന്ന് ചാടിയാണ് ഈ പണം ഏറെയും നഷ്ടമാകുന്നത് എന്നാണ് പോലീസിന്റെ തന്നെ വിലയിരുത്തലുള്ളത്. കാരണം ഇതിന്റെ ഈ ഒരു തട്ടിപ്പ് സംഘത്തിന്റെ ശൈലി, അവരുടെ രീതി,
അത് മനസ്സിലാക്കാതെ ഇവരുടെ വലയിൽപ്പെടുകയാണ് സാധാരണക്കാർ. ഈ പെട്ടുപോകുന്നതിൽ ഡോക്ടർമാരും IT പ്രൊഫഷണൽസും പോലീസ് അതുപോലെ തന്നെ പ്രതിരോധ മേഖലയിലുള്ളവരും സ്വകാര്യ സ്ഥാപനങ്ങളിലുള്ളവരും വിരമിച്ചവരും. അത് തന്നെയാണ് അനുമോദ് ഏറെ ഞെട്ടിപ്പിക്കുന്ന കാര്യം. നമ്മളൊക്കെ കരുതിയിരുന്നത് ഇതുമായി ബന്ധപ്പെട്ട കാര്യമായ അവബോധമില്ലാത്തവരാണ് ഇത്തരം സൈബർ തട്ടിപ്പിന്റെ ഇരകളാകുന്നതെന്നാണ്. പക്ഷേ ഈ കഴിഞ്ഞ ദിവസം ഈ കേന്ദ്ര ഏജൻസികൾ സംസ്ഥാന ആഭ്യന്തര വകുപ്പിന് കൈമാറിയ റിപ്പോർട്ട് അനുസരിച്ച്, കണക്കനുസരിച്ച് ഏറ്റവും കൂടുതൽ തട്ടിപ്പിന് ഇരകളായിട്ടുള്ളത് എറണാകുളം സ്വദേശികളാണ്, പിന്നീട് തിരുവനന്തപുരമാണ്. എല്ലാം ഉന്നത ജോലിയുള്ളവരും വിദ്യാഭ്യാസമുള്ളവരുമാണ്. ഡോക്ടർമാര്, IT പ്രൊഫഷണൽസ് ഒക്കെയാണ് ഈ തട്ടിപ്പിന്റെ, ഈ ട്രേഡിംഗ് തട്ടിപ്പിന്റെയും ലോൺ ആപ്പിന്റെയും ഒക്കെ ഇരകളായവരിൽ കൂടുതലും. നേരത്തെ നമ്മൾ ചർച്ച ചെയ്തിട്ടുള്ള വിഷയമാണ് ഇത്. കൃത്യമായി ഇതിനെക്കുറിച്ച്, ഈ തട്ടിപ്പിനെ കുറിച്ചൊക്കെ പലപ്പോഴും വാർത്തകളൊക്കെ മാധ്യമങ്ങളിലൂടെ പുറത്തു വരാറുണ്ട്. പക്ഷെ എന്തുകൊണ്ടാണ് ഇങ്ങനെയുള്ള അഭ്യസ്തവിദ്യരായിട്ടുള്ള ആളുകൾ പോലും ഈ തട്ടിപ്പിന്റെ ഇരകളാകുന്നതെന്നാണ് ഈ അന്വേഷണ സംഘം നൽകുന്ന വിവരങ്ങൾ? അനുമോദ്, ടോം, പലതരത്തിലാണ് ഈ തട്ടിപ്പുകൾ നടക്കുന്നത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതായിട്ട് ഇവിടെ ഈ സൈബർ പോലീസ് പങ്കുവച്ചൊരു കാര്യം KSTBയിൽ നിന്നുമാണ് എന്ന് പറഞ്ഞുള്ള മെസ്സേജുകൾ വരുന്നു. നിങ്ങളുടെ വൈദ്യുതി ബന്ധം ഇത്ര ദിക്കുകളിൽ വിച്ഛേദിക്കും, അതല്ലെങ്കിൽ ഈ പറയുന്ന ലിങ്കിൽ കയറി നിങ്ങൾ പണം അയക്കണം എന്ന് പറഞ്ഞ് ആ മെസ്സേജിന് പിന്നാലെ തന്നെ ഒരു ലിങ്ക് അയക്കുകയാണ്. സ്വാഭാവികമായിട്ടും മറ്റൊന്നും ചിന്തിക്കാതെ ഇത്തരം ലിങ്കുകൾ ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മുടെ അടിസ്ഥാനപരമായിട്ടുള്ള ആവശ്യങ്ങൾ, സൗകര്യങ്ങളിൽ അതിൽ തട്ടിപ്പ് നടത്തിയാണ് ഒരു വിഭാഗം തട്ടിപ്പ് നടത്തുന്നത്. ഇത്തരത്തിലുള്ള മണി ലൂട്ടിംഗ്, അത്തരം കാര്യങ്ങൾ അങ്ങനെയാണ് നടത്തുന്നത്. മറ്റു ചിലർ നടത്തുന്നത് വേങ്ങര സ്വദേശിയെ വഞ്ചിച്ചതുപോലെ വ്യാജ ട്രേഡിംഗ് പരസ്യങ്ങൾ നൽകിയാണ്. നിക്ഷേപത്തിന്റെ വ്യാജമായിട്ടുള്ള സൈറ്റുകൾ നിർമ്മിച്ച് നിങ്ങൾ നിക്ഷേപിക്കുന്നതിന്റെ ഇത്ര ശതമാനം അധികം പലിശ തരുന്നു എന്ന തരത്തിലുള്ള പ്രചാരണങ്ങൾ നടത്തിയാണ് മറ്റൊരു വിഭാഗം തട്ടിപ്പുകളുള്ളത്. ഇത്തരത്തിൽ അതുപോലെ തന്നെ നമ്മൾ നിത്യോപയോഗത്തിൽ ഏറ്റവും അധികം ഉപയോഗിക്കുന്ന സാധനങ്ങൾ, അതിനെക്കുറിച്ചുള്ള പരസ്യങ്ങൾ, നമ്മുടെ മൊബൈൽ ഫോണുകളിൽ നമ്മൾ ഏറ്റവും അധികം കാണുന്നത് എന്താണ്, നമ്മൾ ഏറ്റവും അധികം സെർച്ച് ചെയ്യുന്നത് എന്താണെന്നുള്ള ആ വിവരങ്ങൾ ഇത്തരം സംഘങ്ങൾ കൈക്കലാക്കി നമുക്ക് ആകർഷണീയം എന്ന് തോന്നുന്ന തരത്തിലുള്ള പരസ്യങ്ങൾ, നമുക്ക് ഉപയോഗപ്പെടുന്നു തോന്നുന്ന പരസ്യങ്ങൾ നൽകി അത്തരത്തിൽ ഉപഭോക്താക്കളെ അതിലേക്ക് തട്ടിപ്പുകാർ കൊണ്ടുവരുന്നതാണ് മറ്റൊരു തരത്തിലുള്ള രീതി. ഇങ്ങനെ ഓരോ വ്യക്തികളെയും കേന്ദ്രീകരിച്ച് ഓരോ തരത്തിലാണ് തട്ടിപ്പുകാർ സമീപിക്കുന്നത്. ഇതിൽ മിക്കവാറും ആളുകളും ഇതിനെക്കുറിച്ച് മനസ്സിലാക്കാതെ അവരുടെ തന്നെ കയ്യിൽ നിന്നും ഇതിന്റെ OTP നൽകിയും അല്ലെങ്കിൽ പാസ്വേഡ് നൽകിയും ഒക്കെ ഈ ലിങ്കുകളിൽ ക്ലിക്ക് ചെയ്ത് അത്തരത്തിലാണ് പണം പോകുന്നത് 90%. ഇങ്ങനെ പോകുന്ന ഈ പണമൊക്കെ തന്നെ ആദ്യ മണിക്കൂറുകളിൽ പോലീസിൽ പരാതിപ്പെട്ടു കഴിഞ്ഞാൽ നമുക്ക് ഒരു പരിധി വരെങ്കിലും തിരിച്ചു കിട്ടുമെന്ന് പോലീസ് പറയുന്നുണ്ടെങ്കിൽ പോലും പലരും ഈ പണം നഷ്ടമായതിന്റെ പിന്നാലെ മാനഹാനി കൂടി ഭയന്ന് ഇത്തരം കാര്യങ്ങളിൽ പോലീസിനെ സമീപിക്കാത്ത സാഹചര്യമുണ്ട്. ഇനി മറ്റൊരു സാഹചര്യം കൂടി ഇതിൽ പോലീസ് പറയുന്നുണ്ട്. മിക്കവാറും ഇത്തരം തട്ടിപ്പുകൾ നടത്തുന്നവരുടെ എല്ലാം തന്നെ IP അഡ്രസ്സും അതിന്റെ മൂലകേന്ദ്രവും ഒക്കെ തന്നെ വിദേശ രാജ്യങ്ങളാണ്, പ്രത്യേകിച്ച് ആഫ്രിക്കൻ രാജ്യങ്ങളായിരിക്കും ഉണ്ടാവുക. നൈജീരിയ പോലത്തെ രാജ്യങ്ങളിലായിരിക്കും. അങ്ങനെയുള്ള സാഹചര്യത്തിൽ പോലീസ് ഇതിന്റെ ഉറവിടം അന്വേഷിച്ചെത്തിയാൽ പോലും വിദേശ രാജ്യത്തായിരിക്കും ഇതുണ്ടായിരിക്കുക. പക്ഷേ ആഫ്രിക്കൻ രാജ്യങ്ങളിൽ സൈബർ നിയമങ്ങൾ ഇന്ത്യൻ നിയമങ്ങളെ പോലെ ശക്തമല്ല. അതുകൊണ്ട് തന്നെ മറ്റൊരു രാജ്യത്തു നിന്നും ഒരു പ്രതിയെ ഇങ്ങോട്ട് കൊണ്ടുവരാൻ അവിടുത്തെ നിയമത്തിൽ അയാൾ തെറ്റുകാരനാകണമെന്നുണ്ട്. അങ്ങനെയുള്ള നിയമത്തിന്റെ ഓരോ നൂലാമാലകൾ അല്ലെങ്കിൽ ലൂപ്പ് ഹോൾസ് എല്ലാം തന്നെ കൃത്യമായി മനസ്സിലാക്കിയാണ് ഈ സംഘം തട്ടിപ്പുകൾ നടത്തുന്നത്. തട്ടിപ്പ് നടത്തുന്നവരെ സംബന്ധിച്ച് അവർക്ക് നഷ്ടപ്പെടാൻ ഒന്നുമില്ല. മറ്റൊരാളെ ഐഡന്റിറ്റിയിലാണ് അവർ തട്ടിപ്പെല്ലാം നടത്തുന്നത്. പിടിക്കപ്പെട്ടാൽ തന്നെ അത് മറ്റൊരാളിലേക്കാണ് ചെന്നെത്തുക. അവരെവിടെയാണെന്ന് പോലും അറിയാതെ കൃത്യമായ ഈ സൈബർ മേഖലയിലെ ഓരോ ലൂപ്പ് ഹോളും മനസ്സിലാക്കിയാണ് ഈ തട്ടിപ്പുകളെല്ലാം നടത്തുന്നത് എന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട അല്ലെങ്കിൽ ഏറ്റവും അനുമോദ്, കഴിഞ്ഞ ദിവസം ഈ മലപ്പുറത്തെ സൈബർ തട്ടിപ്പുമായി ബന്ധപ്പെട്ട വാർത്ത നമ്മൾ റിപ്പോർട്ട് ചെയ്തിരുന്നു. അതിൽ ഈ കർണാടകയിൽ നിന്നും പിടിയിലായ പ്രതി ഡൽഹി സ്വദേശി, ഇയാൾ ഈ വലിയ റാക്കറ്റിന്റെ ഒരു കണ്ണി മാത്രമാണ്. അതായത് രാജ്യത്താകമാനം പ്രവർത്തിക്കുന്ന സൈബർ തട്ടിപ്പ് സംഘത്തിലെ ഒരാൾ മാത്രമാണ് ഈ ഡൽഹി സ്വദേശി എന്ന കൃത്യമായ വിവരങ്ങൾ ലഭിച്ചിരുന്നു. പക്ഷേ ഈ പോലീസ് ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ അന്വേഷണങ്ങൾ, പരിശോധന നടത്തിയപ്പോൾ ഇത് മലയാളി സംഘങ്ങളും ഈ ഓൺലൈൻ തട്ടിപ്പിലുണ്ട്. നമ്മൾ ആദ്യം കരുതിയിരുന്നത് ഈ വടക്കേന്ത്യൻ ലോബിയാണ് ഈ ഓൺലൈൻ തട്ടിപ്പിന്റെ ഒക്കെ പിന്നിലെന്നാണ്. പക്ഷേ ഇവിടെ ഈ കംബോഡിയ കേന്ദ്രീകരിച്ച്
മലയാളികളടങ്ങുന്ന ഒരു സംഘം ഓൺലൈൻ തട്ടിപ്പിന് വേണ്ടി പ്രവർത്തിക്കുന്നുണ്ട് എന്ന കൃത്യമായ വിവരങ്ങളുണ്ട്. അവരെ കണ്ടെത്തുക എന്ന് പറഞ്ഞാൽ അത്ര എളുപ്പമുള്ള കാര്യമാണോ ഈ അന്വേഷണ സംഘത്തെ സംബന്ധിച്ച്? തീർച്ചയായും ഇവിടെയാണ് നമ്മൾ നേരത്തെ സൂചിപ്പിച്ചിരുന്ന ഓരോ രാജ്യത്തെയും നിയമങ്ങളുടെ വ്യത്യാസം പ്രധാനമായിട്ടും വരുന്നത്. ആളെ കണ്ടെത്തി കഴിഞ്ഞ് അവരെ കൃത്യമായിട്ട് അവർ ഒരു കുറ്റം ചെയ്തിട്ടുണ്ടെന്ന് നമ്മുടെ നിയമപ്രകാരം പോലീസ് തെളിയിച്ചാൽ പോലും അവർ നിൽക്കുന്ന രാജ്യത്തെ അവർ ആ നാട്ടിലെ പൗരന്മാരാണെങ്കിൽ അവിടുത്തെ നിയമത്തിൽ കൂടി അത് തെറ്റാണെന്ന സാഹചര്യം വരണം. എങ്കിൽ മാത്രമാണ് വിദേശ രാജ്യങ്ങളിൽ നിന്നൊക്കെ പ്രതികളെ കൊണ്ടുവരാൻ കഴിയുകയുള്ളൂ. അതുകൊണ്ട് അതാണ് ഇവിടെ നേരിടുന്ന ഏറ്റവും വലിയ പ്രതിസന്ധി. മാത്രമല്ല, ഈ വ്യാജ IP അഡ്രസ്സുകളൊക്കെ ഉപയോഗിക്കുമ്പോൾ സ്വാഭാവികമായിട്ട് നാട്ടിലിരുന്ന് തന്നെ മറ്റു രാജ്യങ്ങളിലെ IP അഡ്രസ് ഉപയോഗിച്ച് ഈ ഇത്തരം തട്ടിപ്പ് നടത്തുമ്പോൾ അവർ വിദേശത്താണെന്ന് അന്വേഷണത്തിന് ആദ്യഘട്ടത്തിൽ തോന്നും. കാരണം അവർ നാട്ടിൽ തന്നെ ആയിരിക്കും. IP അഡ്രസ്സിലെ ആ വ്യത്യാസമാണ് അതിൽ പ്രധാനമായിട്ടുള്ളത്. ഇങ്ങനെ കൃത്യമായ ഒളിച്ചിരുന്ന് നടത്തുന്ന ഇത്തരം ഈ സൈബർ ചതിക്കുഴികൾ അതിൽ ആളുകൾ വീണു പോകാതിരിക്കലാണ് അതിൽ ഏക പ്രതിരോധമായിട്ടുള്ള വഴി. കാരണം പണം ഒരിക്കൽ പോയി കഴിഞ്ഞാൽ അത് പൂർണ്ണമായും തിരിച്ചു കിട്ടുമെന്ന് പോലീസ് ഒരു ഉറപ്പും ഈ ഇത്തരം കേസുകളിൽ നൽകുന്നില്ല. കാരണം ആരാണ് മോഷ്ടിച്ചതെന്ന് കണ്ടെത്തിയാൽ മാത്രമാണ് അവരിലേക്ക് എത്താൻ കഴിയുകയുള്ളൂ. മാത്രമല്ല, ഇത്തരത്തിൽ ഈ ഒരു പരസ്യങ്ങളിലും അതേപോലെ തന്നെ അതുമായി ബന്ധപ്പെട്ട് വരുന്ന മെസ്സേജുകളിലുമുള്ള ലിങ്കുകൾ, ഹൈപ്പർ ലിങ്കുകളിലൊന്നും ക്ലിക്ക് ചെയ്യാതിരിക്കുക, അത്തരത്തിലുള്ള പരസ്യങ്ങളോട് പ്രതികരിക്കാതിരിക്കുക തുടങ്ങിയ കാര്യങ്ങളിൽ എല്ലാവരും ഒരു ബോധവൽക്കരണം എല്ലാവരിലും എത്തിച്ചേരണം എന്നുള്ളതാണ് ഇതിന്റെ പ്രതിരോധമായിട്ട് പോലീസ് നൽകുന്ന കാര്യം. കാരണം ഇതിലേക്ക് പണം നഷ്ടപ്പെട്ട ഒരാൾ ഒരു വീട് കുത്തി തുറന്ന് മോഷ്ടിച്ച് കൊണ്ടുപോകുന്ന പോലെയല്ല ഈ സൈബർ സംവിധാനങ്ങൾ വഴിയുള്ള ഈ പണം തട്ടിപ്പ്. കാരണം അത്തരത്തിലൊരു മോഷ്ടാവിനെ കണ്ടെത്താനും അതിൽ നിന്നും മോഷണം മുതൽ തിരികെ പിടിക്കാനും എളുപ്പത്തിൽ സാധിക്കും. പക്ഷെ ഇത്തരത്തിലുള്ള സൈബർ സംഘങ്ങളെ തിരിച്ചറിയാൻ പോലും കഴിയാത്ത സാഹചര്യത്തിൽ ആ പണം കണ്ടെത്തി തിരിച്ചു പിടിക്കുക എന്നുള്ളത് പോലീസിനെ സംബന്ധിച്ച്, നിയമ സംവിധാനങ്ങളെ സംബന്ധിച്ച് അത്ര എളുപ്പമല്ല എന്നുള്ളൊരു വസ്തുതയാണ്. അപ്പോൾ സ്വയം ഈ കാര്യങ്ങൾ മനസ്സിലാക്കി അതിനെ തിരിച്ചറിഞ്ഞ് പ്രതിരോധിക്കുക മാത്രമാണ് ഇതിൽ പ്രായോഗികമായിട്ടുള്ള ഒരു വഴിയെന്ന് പോലീസ് തന്നെ നിർദ്ദേശിക്കുകയും ചെയ്യുന്നുണ്ട് കേട്ടോ. വ്യക്തമാണ്. മലപ്പുറത്ത് നിന്ന് CV അനുമോദാണ് വിവരങ്ങൾ നൽകിയത്. അനുമോദ് സൂചിപ്പിച്ചതുപോലെ ഒരു സ്വയം പ്രതിരോധം തീർക്കുക, ജാഗ്രത പുലർത്തുക എന്നത് മാത്രമാണ് ഇത്തരം സൈബർ തട്ടിപ്പിന് ഇരകളാകാതിരിക്കാനുള്ള വഴി. കാരണം സാധാരണ വീട്ടമ്മമാർ മാത്രമല്ല, ഡോക്ടേഴ്സും എഞ്ചിനീയർമാരും IT പ്രൊഫഷണൽസും അധ്യാപകരും അടക്കം നിരവധി ആളുകളാണ് ഓരോ ദിവസവും കേരളത്തിൽ സൈബർ തട്ടിപ്പിന് ഇരകളാകുന്നത്. ഇത്തരം തട്ടിപ്പിന് ഇരയായാൽ ഉടൻ തന്നെ പോലീസിനെ അറിയിക്കാനുള്ള മറ്റ് നിയമസഹായങ്ങൾ തേടാം. അതല്ലാതെ പലരും ഈ മാനഹാനി ഭയന്ന് പരാതിപ്പെടാറില്ല. പക്ഷേ ഇത്തരം പരാതിപ്പെടാതിരിക്കുമ്പോൾ തട്ടിപ്പ് സംഘങ്ങൾ വീണ്ടും സജീവമായി രംഗത്തിറങ്ങും. മാത്രമല്ല, ഒരു മാസം നമ്മുടെ കേരളത്തിൽ നിന്ന് മാത്രം ഈ തട്ടിപ്പ് സംഘങ്ങൾ കൊണ്ടുപോകുന്നത് 45 കോടി രൂപയെന്നാണ് നിലവിൽ ആഭ്യന്തര വകുപ്പ് കേന്ദ്ര ഏജൻസികൾ സംസ്ഥാന ആഭ്യന്തര വകുപ്പിന് കൈമാറിയിരിക്കുന്ന റിപ്പോർട്ടിൽ പറയുന്നത്.